Good evening. Today, August 3rd, Sunday. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്, അൽഹംദുലില്ലാഹ്. പിന്നെ വിശേഷം, ഡിപ്രഷൻ ഉണ്ടായിരുന്നെങ്കിലും ഓട്ടിസം, ഡിപ്രഷൻ ഇതെല്ലാം കേട്ട് മതിയായല്ലോ എല്ലാവർക്കും. നമുക്ക് ഈ വഴിയെല്ലാം കണ്ടത് എല്ലാവർക്കും മടുത്തു. ഡിപ്രഷനും ഓട്ടിസവും പിന്നെ PCOD ഇതെല്ലാം കേട്ട് മടുത്തു പറഞ്ഞിട്ട് കുറേ ആൾ മെസ്സേജസ്. എന്നാൽ നമുക്ക് നാളെ മുതൽ ഇത് ബിഗ് ബോസ് റിവ്യൂ പറയാം. അതിൻ്റെ അടുത്ത് എനിക്ക് കുക്കിംഗ് ചെയ്യാൻ പറ്റുമ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കുക്കിംഗ് എല്ലാം ചെയ്യാം. സമയം കിട്ടുന്നില്ല. പിന്നെ ബിഗ് ബോസ് നോക്കാൻ ഒരു TV ഒന്നുമില്ല. നമുക്ക് ബിഗ് ബോസ് റിവ്യൂ പറയാൻ ശ്രമിക്കാം. ഈ വഴിയെല്ലാം കണ്ട് മടുത്തു എന്ന് പറഞ്ഞു കുറേ ആൾക്കാർ. കുക്കിംഗ് വീഡിയോ വേണമെന്നെല്ലാം പറഞ്ഞു. വീഡിയോ എഡിറ്റിങ്ങൊന്നും സമയമില്ല എനിക്ക്. എഡിറ്റിങ് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. പെട്ടെന്ന് ഞാൻ കുക്ക് ചെയ്യുന്നത് കുഞ്ഞെല്ലാം ഉള്ളതുകൊണ്ട്. ഓക്കെ, പിന്നെ എന്താ വിശേഷം? ഇന്നലെ മോൻ്റെ 6th ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ മോൻ്റെ കാര്യം കുറേ ആൾ ചോദിക്കുന്നു. അവൻ്റെ 5 വയസ്സ് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടായിന്, മലയാളം വേർഡ് സംസാരിക്കുന്നുണ്ടായിന്, പിന്നെ ഫോണിൻ്റെ ഉപയോഗം കൂടുതലുണ്ടായിന്. ഞാൻ പണിക്കെല്ലാം പോകുമ്പോൾ എനിക്ക് പോകുന്നതുകൊണ്ട് അവന് ചെറുതുണ്ടാകുമ്പോൾ ഒരു ഫോണ് നോക്കുന്നുണ്ടായി. അതുകൊണ്ടാണ് അവൻ ഇംഗ്ലീഷ് പഠിച്ചത്. പെട്ടെന്ന് 5 വയസ്സ് കഴിഞ്ഞ വർഷം ആണ് പെട്ടെന്ന് സംസാരിക്കാതായത്. ഉമ്മാന്ന് പോലും വിളിക്കാതായി, തീരെ സംസാരിക്കാതായി. അങ്ങനെയാണ് സംസാരിക്കാതായത്. അവന് അത് ഹോസ്പിറ്റലിൽ കാണിച്ച് നോക്കുമ്പോൾ മനസ്സിലായത് ഓട്ടിസമാണ്. ഓട്ടിസത്തിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അടങ്ങിയിട്ടിരിക്കാൻ ഫോൺ കൊടുത്തു. അങ്ങനെ ഫോണിൽ അഡിക്റ്റായി. അങ്ങനെ ഇംഗ്ലീഷ് പഠിച്ച്. പിന്നെ എന്താ, അവന് ജനിച്ചപ്പാടവന് കരഞ്ഞിട്ട. കുറേ ആൾ പറഞ്ഞ് ഞാൻ കരയാത്ത കുട്ടികളെ ശ്രദ്ധിക്കണമായിരുന്നു. അത് കരഞ്ഞിട്ട, അത് പ്രശ്നമാണ്. കുറേ കഴിഞ്ഞിട്ട് കരഞ്ഞത്. പിന്നെ എന്നാലും ഇപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ സ്പീച്ച് തെറാപ്പി ചെയ്യുന്നുണ്ട്, മദ്രസയിൽ വിടുന്നുണ്ട്, സ്കൂളിൽ വിടുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റേതായ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, എന്നെ സംസാരിക്കുന്നില്ല. പിന്നെ ചിലത് എനിക്ക് പറഞ്ഞാൽ ഐ കോണ്ടാക്ട് തരുന്നില്ല, ശ്രദ്ധിക്കില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അതിന് മുമ്പ് അവന് ഭയങ്കര ബുദ്ധി ഉണ്ടായിരുന്നു. കുഞ്ഞിലെല്ലാം ഉണ്ടാകുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ബുദ്ധി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പറയുന്നത്. പെട്ടെന്നാണ് അവനിങ്ങനെ ആയത്. അത് 10 വയസ്സിന് താഴായതുകൊണ്ട് അവൻ ഓക്കെ ആവണം. പിന്നെന്താ വിശേഷം? വീഡിയോ ടൈം കിട്ടുന്നില്ല. ഇന്നലെ അങ്ങനെ കഴിഞ്ഞ വർഷം എനിക്ക് സന്തോഷത്തിനുവേണ്ടി ഞാൻ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ചെയ്തില്ല. എനിക്ക് ഡിപ്രഷൻ ആയിരുന്നല്ലോ കഴിഞ്ഞ വർഷം. അതുകൊണ്ട് 1 ഇയർ എൻ്റെ 1 ഇയറും വേസ്റ്റ് ആയി. ഞാൻ ഡിപ്രഷനായിട്ട് ഫോണിൻ്റെ ഉള്ളിൽ തന്നെയല്ല ഉണ്ടായത്. ആ ടൈമിൽ എനിക്ക് ഓട്ടിസം വന്നു. അതുകൊണ്ട് മോളെ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞ വർഷം മോൾക്ക് 1.5 വയസ്സായി. അവളെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ട് മോൻ്റെ 5th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടാ. ബാക്കി വീഡിയോസ് എല്ലാം യൂട്യൂബിലുണ്ടാവും സെലിബ്രേഷൻ്റെ എല്ലാം. ഇന്നലെ ഫോണ് വീണിട്ടാ, അല്ലെങ്കിൽ ഡിസ്പ്ലേ പൊട്ടി ഇന്നലെ വീണിട്ട്. ഇന്നലെ പിന്നെ ഒരു ഫ്രണ്ട് വരുമ്പോൾ കേക്ക് കൊണ്ടുവന്നിന്. കേക്ക് കട്ട് ചെയ്തു. പിന്നെ ഇന്നലെ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ട. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തലകറക്കം. കുറച്ച് ദിവസം ഒരു 1 വീക്ക് ഇങ്ങോട്ട് എനിക്ക് തീരെ പറ്റുന്നില്ല. ഭയങ്കര തലകറക്കം, ക്ഷീണം, തീരെ പറ്റുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് ഇന്നലെ ഒന്നും ആക്കാൻ പറ്റിയില്ല. 2 ഡോക്ടറെ ഞാൻ കാണിച്ചു. ഗൈനക്കോളജി കാണിച്ചു, വേറൊരു ജനറൽ ഡോക്ടറെ കാണിച്ചു. പിന്നെന്താ, ഇന്നലെ ഞാൻ പിന്നെ ആയുർവേദം കാണിച്ചു. പക്ഷെ ഞാൻ പ്രഷർ ടെസ്റ്റ് ആക്കുമ്പോൾ പ്രഷർ ഉണ്ടായിട്ട. ഇന്ന് ഞാൻ എന്നിട്ട് വീണ്ടും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. തീരെ പറ്റുന്നില്ല. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയല്ല, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ രാവിലെ ഫാസ്റ്റിങ് ഷുഗർ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഹൈ കണ്ടു. അങ്ങനെ ഞാൻ വേഗം ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തു ഫാസ്റ്റിങ്. അപ്പോൾ ഫാസ്റ്റിങ് ഷുഗർ ഉണ്ട്. നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവിടെ കാണിച്ചു. പ്രഷർ ഡോക്ടർ ചെക്ക് ചെയ്തു. മിനിഞ്ഞാന്ന്
ചെക്ക് ചെയ്തിട്ടാകുമ്പോൾ പ്രഷർ ഉണ്ടായിട്ടാണ് പറഞ്ഞു. തെറ്റാണെന്നൊന്നും അറിയില്ല. പിന്നെ ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു ഹൈ പ്രഷർ എന്ന് പറഞ്ഞു. കുറച്ച് സമയം അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് മറ്റേ ഭക്ഷണം കഴിച്ച ശേഷം ഷുഗർ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതും ഹൈ ഷുഗർ വന്നു. 2 ഷുഗർ ഹൈ ആയിട്ട് വന്നു. പിന്നെ വീണ്ടും പ്രഷർ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഷർ ഹൈ. ഷുഗറിൻ്റെ ഗുളിക വേണ്ട, പക്ഷെ പ്രഷർ തലചുറ്റലുള്ളതുകൊണ്ട് തലചുറ്റലിൻ്റെ പിന്നെ പ്രഷറിൻ്റെ ടാബ്ലറ്റ് ഡോക്ടർ എഴുതി. എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം പറഞ്ഞു പ്രഷറിൻ്റെ ടാബ്ലറ്റ്. പിന്നെ ഫിസിഷ്യനെ റെഫർ ചെയ്തിട്ടുണ്ട്. 5 days കഴിഞ്ഞിട്ട് ഫിസിഷ്യനെ കാണിക്കാൻ പറഞ്ഞു. 5 days ഗുളിക എന്തോന്ന് തന്നത് ഫിസിഷ്യനെ കാണിക്കാൻ പറഞ്ഞതിന്. പിന്നെ മെയിനായിട്ട് പറഞ്ഞ സ്ട്രെസ്സ്, ഭയങ്കര സ്ട്രെസ്സില്ല ഇപ്പോഴുള്ള ഈ സ്ട്രെസ്സെല്ലാം കുറക്കാൻ പറഞ്ഞതിന്. പിന്നെ ഉറക്കം നമുക്ക് ഒരു ദിവസം മാക്സിമം 4 hours മാത്രമേ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് 3 hour മാത്രമേ ഉറങ്ങുന്നുള്ളൂ. ടോട്ടൽ 4 hours മാത്രമേ ഒരു ദിവസം ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് സ്ട്രെസ്സ് മെയിനായിട്ട് പറഞ്ഞത് തന്നെ ടെൻഷൻ സ്ട്രെസ്സെല്ലാം കുറക്കാനാണ്. അതെല്ലാം കാരണമാണ് ഈ പ്രഷർ വരുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ എനിക്ക് സ്ട്രെസ്സ് കുറക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. ഭയങ്കര സ്ട്രെസ്സാണ് അങ്ങനെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഷോപ്പിൽ പോകുന്നുണ്ട്, പാലിന് വാങ്ങാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബിഗ് ബോസിൻ്റെ റിവ്യൂ കാണാം. അതിൻ്റെ അടുത്ത് ഓട്ടിസം, ഡിപ്രഷൻ, PCOD ഇതെല്ലാം ഉള്ള ആളെ എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.